ഈ അടുത്തിറങ്ങിയ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയുടെയും നോൺസെൻസ് എന്ന ചിത്രത്തിൻ്റെയും സംവിധായകൻ MC ജിതിൻ, നമ്മുടെ SJCCയുടെ അലുമിനി കൂടെയായ അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. ചേട്ടൻ നേരത്തെ സ്പീച്ചിൽ പറഞ്ഞിരുന്നുവല്ലോ, അതായത് ഇപ്പോൾ കോളേജിലത്തെ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴൊക്കെ ഈ 1983 അസിസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വരെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എങ്ങനെയായിരുന്നു? പഠിത്തം കഴിഞ്ഞ് ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ആയ ഇത് എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ഇവിടുന്ന് കോഴ്സ് കഴിയുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ലാസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നു ആക്ച്വലി എന്തായിരിക്കും പ്ലാൻ എന്നുള്ളത്. അപ്പോൾ പക്ഷെ അങ്ങനെ നടന്നില്ല ആക്ച്വലി. ഇപ്പം നോൺസെൻസ് ആയിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറപ്പെടുന്നത്. ഞാൻ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ പോയി കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കോണ്ടാക്ട് മിസ്സിങ് ഉണ്ട്. പിന്നെ എൻ്റെ പ്രായം ആരും എന്നെ ബിലീവ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടുന്ന് കോഴ്സ് കഴിയുമ്പോൾ എനിക്കൊരു 21 വയസ്സുണ്ടാവും. അപ്പോൾ ഈ പ്രായത്തെ ആരും ബിലീവ് ചെയ്യുന്നില്ല. ഇൻഡസ്ട്രിയുടെ നോംസാണ് അതൊക്കെ. പിന്നെ എൻ്റെ ഇമച്വർ ആയിട്ടുള്ള തോട്ട്സാണ് അതെല്ലാം, പ്രാക്ടിക്കൽ അല്ലാത്ത തോട്ട്സാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ജിയോ പിന്നെ അതുപോലെ ആനിമേഷനിലുണ്ടായിരുന്ന അനീഷ്, അപ്പോൾ ഇവരൊരു സ്റ്റുഡിയോ തുടങ്ങുന്നു എറണാകുളത്ത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അവരൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടാണ് കേരളത്തിൽ എന്ന് പറയുമ്പോൾ എറണാകുളം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മീഡിയ ഹബ്ബിൽ ഒരു ഷൂട്ടിംഗ് ഫ്ലോർ ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ചെറിയൊരു ഷൂട്ടിംഗ് ഫ്ലോർ തുടങ്ങാൻ തീരുമാനിക്കുന്നു. അത് ആണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്ച്വലി. അപ്പോൾ അവരത് തുടങ്ങിയിട്ട് അവരാദ്യം ചെയ്തതെന്ന് വെച്ചാൽ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അത് ലിസ്റ്റിൽ ഷിഫിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു. അതിനുശേഷം ചാപ്പാക്കുരിശ് അവിടെ വീണ്ടും വരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് സമീർത്താറിനെ നേരിട്ട് കാണുന്നു. അപ്പോൾ പുള്ളി കൈയൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ നേരിട്ട് കാണുന്ന ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് 2011. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ ഞാൻ അവിടെ വെച്ചിട്ട് കാണാണ് ആക്ച്വലി. ഇപ്പോൾ എബ്രിഷൈനെ ഞാൻ അവിടെ പുള്ളിയുടെ വനിതയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വരും, മാർട്ടിൻ ബ്രക്കറുടെ വനിതയുടെ ഫോട്ടോഷൂട്ടിന് വരും. അപ്പോൾ ഞാനിതേ സമയത്ത് തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, മല്ലൂസ് എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റുഡിയോ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രിണ്ടൊക്കെ അതിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് അത്യാവശ്യം ഈ പറയുന്ന ഹബിനും അതിന് പുറത്തേക്കൊക്കെ അതിനൊരു റീച്ച് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യത്തെ റീച്ചായ ഒരു ഷോർട്ട് ഫിലിമാണത്. ഞാൻ പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ നമ്മളിവിടുന്ന് കോളേജിൽ നിന്നൊക്കെ ഷോർട്ട് ഫിലിമിനെ നമ്മൾ സമീപിക്കുന്ന എപ്പോഴും ഒരു സോഷ്യൽ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇരിക്കുന്നത്. മെസ്സേജോ ആ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എൻ്റർടൈൻമെൻറ്റിലൂടെ പോസിബിലിറ്റി ആക്കുക എന്നുള്ള തോട്ട്സിലാണ് ആക്ച്വലി അങ്ങനെ അതിനെ സമീപിക്കുന്നത്. അപ്പോൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലും അതിനപ്പുറത്തേക്ക് ഒരു ജനങ്ങളിലേക്കും അത് റീച്ചായി. അപ്പം അങ്ങനെ റീച്ച് ആവുന്ന ആദ്യത്തെ ഷോർട്ട് ഫിലിമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതേ സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ നിന്നൊരു പ്രഷർ, ആസ് 21 വയസ്സുകാരനായിട്ടുള്ള എൻ്റെ അടുത്തുള്ള എൻ്റെ ഇമേച്വർ തോട്ട്സ് ആണെന്നുള്ള രീതിയിലുള്ള എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു പ്രഷർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ വീട്ടുകാർ എന്നോട് പറയുന്നൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ വന്നപ്പം എനിക്ക് വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ എന്നുള്ളൊരു വിധത്തിൽ ഞാൻ ഒരു PG ജോയിൻ ചെയ്തു ചെന്നൈയിൽ. ആ സമയത്ത് തന്നെ വിനീത് ശ്രീനിവാസൻ തട്ടത്തിമറയത്തിൽ അസിസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നു. അപ്പോൾ അങ്ങനെ മല്ലൂസിൽ ക്യാമറ ചെയ്തിട്ട് അലക്സ് അതിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ ഒരു കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്തു അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട്. RDXൻ്റെ ക്യാമറ നോൺസെൻസ് ഒക്കെ ചെയ്ത അലക്സ്. അപ്പം അലക്സ് അപ്പോഴും എന്നോട് പറയുന്നില്ല, നീ PG ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു, എനിക്ക് പടത്തിൽ വർക്ക് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് മാട്ടുചേട്ടനെ എനിക്ക് അവിടെ വെച്ച് പരിചയമുണ്ട് സ്റ്റുഡിയോയിൽ. അപ്പം മാട്ടുചേട്ടൻ ABCD തുടങ്ങുവാണ് ആക്ച്വലി. ABCD തുടങ്ങുമ്പോഴേ എന്നെ വിളിച്ചു അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ എനിക്ക് ഞാനപ്പോൾ ഈ മല്ലൂസൊക്കെ കഴിഞ്ഞ് റീച്ച്, അതാണ് അതിൻ്റെ കാരണം. മല്ലൂസ് എന്നുള്ള ഷോർട്ട് ഫിലിം കാരണമാണ് എന്നെ വിളിക്കുന്നത്. അതുപോലെ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കാരണം. അപ്പോൾ എനിക്ക് അപ്പോഴും ഞാൻ വീട്ടുകാരുടെ തീരുമാനം തെറ്റാണെന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ഞാൻ നിൽക്കുന്നത്. അയ്യോ വേണ്ടായിരുന്നു, 2 സിനിമ എനിക്ക് മിസ്സായി. ഞാൻ ഇൻഡസ്ട്രിയിൽ ആദ്യം ഞാൻ 2019 ഒരു വർഷം വേസ്റ്റ് ചെയ്തത് എങ്ങനെ ഇൻഡസ്ട്രിയിൽ കയറേണ്ടതെന്നുള്ള ടൈം വേസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പം എന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല, ഞാനൊരു എഡ്യൂക്കേഷൻ പർപ്പസിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര വെറുപ്പും ഇറിറ്റേഷനൊക്കെ ആയിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ്
എബ്ബർ ഷൈൻ 1983 പ്ലാൻ ചെയ്യുന്നത്. ഷൈൻ ചേട്ടന് അപ്പോൾ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഇനിയൊരു അവസരം ചിലപ്പോൾ കിട്ടില്ലായിരിക്കും തോന്നിയിട്ട് ഞാൻ അതിലേക്ക് കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. ആക്ച്വലി അത് ജോയിൻ ചെയ്തു, അതിലങ്ങനെ പോകുന്നു. പക്ഷേ എനിക്ക് പുള്ളി ഷൂട്ട് നടക്കുമ്പോഴൊക്കെ പുള്ളി എന്നെ എക്സാം എഴുതാനൊക്കെ പുള്ളി വിട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്, നീ പോയി എക്സാം എഴുതിയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി എക്സാമൊക്കെ എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയി ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി. ആക്ച്വലി എനിക്ക് ഇൻഡസ്ട്രിയുമായ ഒരു ഇതുണ്ടായി. അപ്പോൾ ലിബിനും എൻ്റെ കൂടെ ആ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക്. അതായത് സ്ക്രീൻ പ്ലേയുടെ സ്റ്റേജ് മുതലേ ഞാൻ ആ സിനിമയിലുണ്ട്. അങ്ങനെ അതിൻ്റെ 100 days സെലിബ്രേഷൻ വരെ ഞാനുണ്ട്. അപ്പം അതിൻ്റെ കൂടെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴെനിക്ക് സിനിമയുടെ അൺസർട്ടനിറ്റി എനിക്ക് മനസ്സിലാവുന്നത്. ഒരു സിനിമയിൽ നമ്മളൊരു പ്രോജക്റ്റിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നിന്നത് കൊണ്ട് നമ്മൾ അടുത്ത സിനിമ ഉണ്ടാവില്ല. ഇത് സർവൈവൽ ഓഫ് ഈ ഇൻഡസ്ട്രി സർവൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഞാൻ ഇതേ സമയത്ത് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് ഞാനവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജ് ചെയ്യുന്നത്. അവിടെ UP എന്നുള്ളൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും ടീച്ചറാവുന്ന ഇവിടെ ഈ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊന്നും ഒരിക്കലും വിചാരിക്കില്ല അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ UP ടീച്ചർ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം ഫിലിം ലാംഗ്വേജാണ്. അപ്പം ഫിലിം ലാംഗ്വേജിൽ അവിടെ ഞാൻ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അസൈൻമെൻറ്റ് ഞാൻ കൊടുത്തപ്പോൾ പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തത് എനിക്കറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇയാൾക്കറിയാം. സോ BScക്ക് ലെറ്റ് ഹിം ടേക്ക് ദ ക്ലാസ്. പുള്ളിക്കാരി അങ്ങനെ വിചാരിച്ചിട്ട് എന്നെ 2 ദിവസം BScക്കാർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. തമിഴ് സ്റ്റുഡൻസാണ്, എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷും കുറച്ച് അറിയാം. അപ്പോൾ ഞാൻ ഈ തമിഴ് സ്റ്റുഡൻസിന് ഞാൻ ഈ ഫിലിം ലാംഗ്വേജ് പഠിപ്പിക്കുകയാണ്. ആക്ച്വലി അവിടെ പഠിച്ചുകൊണ്ട് തന്നെ PGക്ക് പഠിച്ചുകൊണ്ട് തന്നെ. പക്ഷേ ആ പിള്ളേരുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് ഞാനൊരു ടീച്ചറാവാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഈ 1983 ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള കാലഘട്ടം കഴിഞ്ഞ് എന്നെ സർവൈവ് ചെയ്യിപ്പിച്ചത്, ഇൻഡസ്ട്രി സർവൈവ് ചെയ്യിച്ചത് ആസ് എ ടീച്ചറാണ്. അപ്പം ഞാൻ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് കോളേജസിൽ പോയി ഗസ്റ്റായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. ഹൈദരാബാദ് പോകാറുണ്ട്, പല സ്ഥലത്ത് പോകാറുണ്ട്. അപ്പോൾ അത് എന്നെ സർവൈവ് ചെയ്യാനോട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പ്രോജക്ട്സ് ഓണാക്കുന്നു, കോൺടാക്ട്സ് ബിൽഡ് ചെയ്യുന്നു. ഒരേ സമയം എനിക്ക് അന്നവുമുണ്ട്, പെറ്റമ്മയുണ്ട് പോറ്റമ്മയുണ്ടെന്ന് പറയുന്ന പോലെ നമുക്ക് 2 പോസിബിലിറ്റീസിനെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇൻഡസ്ട്രി സച്ച് അൺസർട്ടനിറ്റി ആയിട്ടൊരു ഫീൽഡാണ്. അപ്പോൾ എൻ്റെ അടുത്ത മോട്ടോ എന്ന് പറയുന്നത് എന്നെപ്പോലെ ആഗ്രഹവുമായി ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർക്ക് ഞാൻ സ്പെൻഡ് ചെയ്തത് 1 വർഷം വെറുതെ ഒരു കോൺടാക്ട്സിന് വേണ്ടി ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കോഴ്സിലേക്ക് പഠിക്കാൻ വരുന്നൊരു സ്റ്റുഡൻറ്റിന് യു ഡോണ്ട് ഹാവ് ടു വേസ്റ്റ് ടൈം. അയാൾക്ക് ഇൻഡസ്ട്രി ഡയറക്റ്റ് കോൺടാക്ട് വേണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ 22-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ ലിസൺഷിപ്പിൻ്റെ സിഫയിലൊക്കെ ഉണ്ടായിരുന്നു, HOD ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് വേറൊരു മോട്ടോ അതിനകത്ത് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ ഡയറക്റ്റ് ടു ഇൻഡസ്ട്രി എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച അംജാദ്, ഇപ്പോൾ ഇവിടെ ചങ്ങനാശ്ശേരി പഠിച്ച പുള്ളി എഡിറ്ററാണ്, അംജാദ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ തന്നെ SSC പഠിച്ച അരുൺ PJ ഉണ്ട്, അരുൺ ശിവൻ ഉണ്ട്, സിനിമാറ്റോഗ്രാഫി. അപ്പോൾ ഇവരെല്ലാം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇവരെ ഈ പറഞ്ഞ പോലെ വേർ ദിസ് ഹാപ്പൻസ് എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ ആക്ച്വലി. അപ്പോൾ അങ്ങനെ അവിടെ അത്രയും പാഷനേറ്റായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ ആവശ്യമുള്ളവർക്ക് നമ്മളാണ് ആക്ച്വലി അവരെ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ അവരെ കൊണ്ടുപോകാം, അവരുടെ വർക്കിന് കൊണ്ടുപോകാം. അപ്പോൾ അവർക്കും ടൈം വേസ്റ്റ് അല്ല എന്ന മോട്ടോയിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അതൊരു എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ് പറയുക. അപ്പം ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെടാന്ന് പറയുന്നൊരു സാധനം എൻ്റെ ടൈമിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഈസി ആക്കുക എന്നുള്ള മെത്തേഡായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ടീച്ചിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു നോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇൻഡസ്ട്രി പ്രൊഫഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ടീച്ചിങ്ങിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ സിനിമയിലേക്ക് ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു നോഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ചേട്ടനൊരു ടേക്ക് എന്താണെന്നുള്ളതും അതുപോലെ ഇപ്പോൾ ചേട്ടൻ അവിടെ സംസാരിച്ചപ്പോഴും ഞങ്ങൾക്കൊരു ടീച്ചർ പറഞ്ഞു തരുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് മുന്നേ ഒരു ഇൻ്റർവ്യൂവിലും ഇങ്ങനെ ചേട്ടൻ്റെ നെറേഷനാണ് ഏറ്റവും സ്ട്രോങ് ഇത്
ചേട്ടൻ പറയുന്നതും കേട്ടു. അപ്പോൾ ഈ ടീച്ചിങ് എത്രത്തോളം അതിന് നെറേഷൻ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്? അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് രണ്ടും ഒരു പെർഫോമിംഗ് ആർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പെർഫോമിംഗ് ആർട്ടാണ്. കാരണം നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ ക്ലയൻസ് ആണ്. സി വാട്ട് എവർ ഇറ്റ് ഈസ്, സ്റ്റുഡൻസ് ഓർ ഒരു പ്രൊഡ്യൂസർ, ആരാണെങ്കിലും നമ്മൾ അവരെ ബോറടിപ്പിക്കാതെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പെർഫോമറുടെ പെർസ്പെക്റ്റീവ്. എൻ്റെ പെർസ്പെക്റ്റീവ് ആണോ ഞാൻ പറയുന്നത്, ആസ് എ ടീച്ചർ എൻ്റെ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഞാൻ രണ്ടും ഒരു പെർഫോമിംഗ് ആർട്ടായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അതിനർത്ഥം ഉണ്ടാകുന്നത്. അപ്പം അത് ആസ് എ ടീച്ചർ, ആസ് എ നെറേറ്റർ എനിക്ക് ഇത് രണ്ടും ഒന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ടീച്ചിങ് ഒരു സർവൈവലിനേക്കാളുപരി എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര റിലാക്സേഷനാണ്. എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, പുതിയ ആളുകളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിലാക്സേഷനും ഒക്കെ നമുക്കിതെല്ലാം വേണം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാനിപ്പോൾ അതിനെ കാണുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സിനിമയിലെയും അതുപോലെ രണ്ടാമത്തെ സിനിമയിലും ലൈക്ക് ഒരു ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ റിനോഷനെ വെച്ചിട്ട് ചെയ്യുന്നു, ഒരു പുതിയ ഫ്രഷറാണ് സിനിമയിൽ. അതുപോലെ ഇപ്പോൾ ടീനേജുകാരുടെ സ്റ്റോറി വരുന്ന സിനിമാസ് കുറവാണല്ലോ. അപ്പം അങ്ങനെ ടീനേജിന്റെ അന്ന് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ഫാക്ടർ ആണല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ സൂക്ഷ്മദർശിനിയിലേക്ക് വരുമ്പോഴും ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഫിലിം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ ഈ രണ്ട് ചാലഞ്ചസ് ഒരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൺവിൻസിങ് പരിപാടി തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നോൺസെൻസ് ഈ പറയുന്ന പോലെ ഞാൻ എന്നെ ഡിറൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2009 ഇതിൻ്റെ ഫസ്റ്റ് തോട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഫോട്ടോഷോപ്പ് ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ ജെൻസനോട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിനു മുമ്പ് ആക്ച്വലി അതെൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഒരു പക്ഷേ ഞാൻ +2 പഠിക്കുമ്പോൾ തന്നെ ആയിരിക്കാം. അപ്പോൾ ഞാൻ നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടാണ് സിനിമ തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സെലക്ഷനിൽ തന്നെ ആ പോയിന്റ് ഉണ്ട്, ആ തോട്ട് പ്രോസസ്സ് നടന്നിട്ടുണ്ട്. കാരണം എനിക്കും എന്തോ പറയാനുണ്ടെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് തന്നെ വരുന്നത്. ആ തോട്ടായിരുന്നു നോൺസെൻസ് ബിഹൈൻഡ് ഇറ്റ് എന്ന് എന്നെ തന്നെ എൻ്റെ റൂട്ട് ഞാൻ പിക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പോയത് എൻ്റെ അതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത്, അതിൻ്റെ ആൻസർ നോൺസെൻസ് ആണ്. അപ്പോൾ അത് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് മോട്ടോ, എന്ത് സംഭവിച്ചാലും. പിന്നെ ആ ക്യാരക്ടറിനോടുള്ള കിക്കായിരുന്നു ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ അതിൻ്റെ ഡ്രാമയോടൊക്കെ നമ്മൾ കാണിച്ചൊരു ഇൻറ്റൻസിറ്റിക്ക് അപ്പുറത്തേക്കും ക്യാരക്ടറിനോടുള്ള ഭയങ്കരമായ അഭിനിവേശം. കാരണം അതിൽ എൻ്റെ എന്തൊക്കെ ആത്മാംശവും എനിക്കറിയാവുന്ന, ഇപ്പം ലിബിൻ്റെ ആത്മാംശമുണ്ട്. ഒരുപാട് നമ്മളെ അറിയാവുന്ന കുറേ ആൾക്കാരുടെയൊക്കെ ഒരു റിലേറ്റബിൾ ആയിരുന്നു ആ ക്യാരക്ടർ നമുക്കെല്ലാവർക്കും. അപ്പോൾ ആക്ച്വലി ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടമാണ് ആ സിനിമ ഭയങ്കരമായിട്ട് ചെയ്തേ പറ്റുമോ എന്നുള്ള ഡ്രൈവ്. പിന്നെ ഇൻഡസ്ട്രി നോംസ് അനുസരിച്ച്, ഇൻഡസ്ട്രിയുടെ അന്നത്തെ ഒരു നോംസ് അനുസരിച്ച് അങ്ങനെ ഒരു പുതിയ ആളെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം അത് വിട്ടിട്ട് ഞാനിപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു സിനിമ ചെയ്തിട്ടും കാര്യമില്ല. അത് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ. ഇത് ചെയ്യാത്ത പോലെ ഒരു പരിപാടി ചെയ്താലേ കാര്യമുള്ളൂ എന്നുള്ള മനസ്സിലാക്കലിൽ തന്നെയാണ് അങ്ങനെ സമീപിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോയിന്റാണ് എന്തുകൊണ്ട് സൂക്ഷ്മദർശിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺസെൻസ് ഉള്ളത് കൊണ്ടാണ്. നോൺസെൻസിൽ നിന്ന് പഠിച്ച പാഠത്തിൽ നിന്നാണ് ഞാൻ ആക്ച്വലി അതിനെ പറ്റിയ പോലെ വരരുത്, അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും പ്രോജക്റ്റ് ഡിസൈനിങ് ഒക്കെ വെച്ചിട്ടാണ് സൂക്ഷ്മദർശിനിനെ അങ്ങനെ അടയാളപ്പെടുത്തി ആലോചിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറും എഗെയിൻ നോൺസെൻസിൽ എനിക്കുണ്ടായ അഭിനിവേശം പോലെ തന്നെയാണ് പ്രിയദർശിനി എന്നുള്ള സൂക്ഷ്മദർശിനിയുടെ ക്യാരക്ടറിനോടും എനിക്ക് തോന്നുന്നത്. കാരണം അത് രണ്ടും എളുപ്പമല്ല. ഇത് രണ്ടും ഇൻഡസ്ട്രിക്ക് പലരും ചിന്തിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഭയങ്കര ഈ പറഞ്ഞ പോലെ എളുപ്പമല്ലാത്തൊരു പ്രാക്ടിക്കാലിറ്റിയാണ്. കാരണം ഒന്നൊരു ഫീമെയിൽ ലെഡിനെ ഒരു ഡിക്റ്റേറ്റീവ് ആക്കിയിട്ട് പലരും ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് പണ്ട് കാലം മുതലേ. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് പോലും ഈസി ആയിട്ട് പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നിടത്ത് ഇത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. They will go for first. അപ്പം നല്ല ഓപ്ഷനിലേക്ക് അവർ പോകും, നല്ല പ്രോജക്റ്റ്. ഇതിനുവേണ്ടി സമയം കളയുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോൺസെൻസ് പോലൊരു സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. അടുത്തൊരു സാധനം ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ സ്പേസ് അടയാളപ്പെടുത്തിയേ പറ്റും. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഞാൻ ആരും ചെയ്തിട്ടില്ല. അതായിരുന്നു എൻ്റെ കിക്കും. ഈ 6 വർഷം എടുത്ത് ഈ സിനിമ സംഭവിക്കാം. അപ്പോൾ ഈ 6 വർഷവും ഞാൻ ഈ സിനിമ തന്നെ ചെയ്യണമെന്നുള്ള എൻ്റെ ഫയർ ബിഹൈൻഡ് ഇറ്റ് ഇത് തന്നെയായിരുന്നു. കാരണം ആരും ചെയ്യുന്നില്ല എന്നുള്ളത്. ആരും ചെയ്യുന്നില്ല എന്നുള്ള ആരെയും ചെയ്തിരുന്നേ ഞാൻ വിട്ടേനെ.
ആരും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്നെ ഡ്രൈവ് ചെയ്ത പോയിന്റ്. ഓക്കെ. പിന്നെ ഇതിന്റെ ക്യാരക്ടറൈസേഷനും ഇപ്പോൾ സൂക്ഷ്മദർശിനിയിൽ ഓരോ ക്യാരക്ടറിന്റെയും ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സൈക്കി ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ലൈക്ക് ഓരോ ക്യാരക്ടേഴ്സിനും സ്റ്റോറി പറയാനുണ്ട്, അത് ഡിഫൈൻഡ് ആണ് ഭയങ്കര ക്ലീൻ ആയിട്ട്. ഒരു ക്യാരക്ടറൈസേഷൻ പ്രോസസ്സ് അവരുടെ ഒരു സൈക്കോളജി ഒക്കെ ഡിസൈൻ ചെയ്തത് അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇല്ല, ആക്ച്വലി ഇതിന് ഞാനൊരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കിയിട്ടാണ് അതുലിനെ എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു റിയർ വിൻഡോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ഉണ്ടാവുകയും ഈ സെറ്റിംഗ് ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് റിയർ വിൻഡോ ആയിരുന്നു ആക്ച്വലി ആദ്യം വന്നത്. കാരണം ഈ പറയുന്ന നെയ്ബർഹുഡ് ഡിക്റ്റേറ്റീവ് എന്നൊക്കെ പറയുന്ന ഒബ്സർവേഷൻ, വോയറിസം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഹിച്ച്കോക്കിൻ്റെ റിയർ വിൻഡോ ഇവിടുന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ടതാണ്. പക്ഷേ വീണ്ടും റിയർ വിൻഡോ ഒക്കെ കാണുമ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നത് റിയർ വിൻഡോയുടെ ഡ്രാമയല്ല വേണ്ടതെന്നുള്ളതാണ്. കാരണം റിയർ വിൻഡോ എപ്പോഴും ഇങ്ങനെ ഒരു വോയറിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് എപ്പോഴും. പക്ഷെ അതല്ല വേണ്ടത്, വേറൊരു ഡയമെൻഷനുള്ള ഡ്രാമയാണ്. അപ്പം ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് അത്തരത്തിലുള്ള ഡ്രാമ, പക്ഷേ ആ ഡ്രാമയിൽ എനിക്ക് കിക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ടോ. അപ്പോൾ ഈ ഡ്രാമ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഡ്രാമ വേണം, കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് പരിചയമുള്ള എനിക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ആൾ അതുലാണ്. അപ്പോൾ അതുലിനെ ഞാൻ വിളിക്കുകയും, ഞാൻ നേരത്തെ ലിബിൻ പറഞ്ഞ പോലെ 14 ദിവസം കൊണ്ടാണ് അതുൽ ഇതിനകത്തൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഡ്രാമയുടെ ഒരു ബേസിക് രൂപമാണ് അതുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അന്നൊരു 300 പേജോളം ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അതിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഓരോ ക്യാരക്ടറിൻ്റെയും ഡെഫിനിഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ അന്ന് അത് തന്നെയാണ്, 19 പോലെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അത് പിന്നീട് മാറ്റി. ഈ പറയുന്ന പോലെ പിന്നീട് ലിബിൻ വരുന്നു. ലിബിൻ വരുമ്പോഴും നമ്മൾ ഇതിനെ ക്യാരക്ടറൈസേഷൻ ത്രൂ ആണ് ചിന്തിച്ചിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ ഓൺ ഗോയിങ് പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ളത്. ഓരോ ക്യാരക്ടറും എന്ത് ചെയ്യാൻ പറ്റും, അല്ലാതെ റൈറ്ററിൻ്റെ തോട്ടിലല്ല, ക്യാരക്ടറിൻ്റെ ഒരു ഡെഫിനിഷണൽ തോട്ട് വെച്ചിട്ട് തന്നെയാണ്, റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും പെർസ്പെക്റ്റീവ് വെച്ചിട്ടല്ല ആക്ച്വലി പോയി ഇയാൾ എങ്ങനെയായിരിക്കും അതിനൊക്കെ മാക്സിമം റിസർച്ച് എടുത്തിട്ടാണ് ഓരോ ക്യാരക്ടറിൻ്റെയും ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോഴും അതിലും ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ. ഈ പറയുന്ന പോലെ ഓരോ വീടിനും ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ഇപ്പം ബേസിലിൻ്റെ വീട്, മാനുവലിൻ്റെ വീടിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, അതിനൊരു എക്കണോമി ഉണ്ട്, ആ ഡിസൈൻ ഉണ്ട് എല്ലാ ക്യാരക്ടറിനും. അതുകൊണ്ടാണ് നമുക്ക് വീട് ചൂസ് ചെയ്യാൻ പോലും പറ്റുന്നത്. ഓക്കെ. ലൈക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. ലൈക്ക് ഇപ്പോൾ 2 സിനിമയിലും എന്താ പറയുക, ആ ഒരു നമ്മൾ ഡീൽ ചെയ്യുന്ന ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള നോളജ് ഭയങ്കര ആവശ്യമുള്ള ഏരിയാസാണ്. ഇപ്പോൾ BMX സ്പോർട്സിനെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന ആ സബ്ജക്റ്റ്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ, ആ ഫിസിക്സിലത്തെ സാധനങ്ങളും ലൈക്ക് ആ സാധനങ്ങളെ പറ്റിയിട്ടുള്ള നോളജും അതിൻ്റെ റിസർച്ചും കാര്യങ്ങളായാലും സൂക്ഷ്മദർശിനിയിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഒരു റിസർച്ച് പ്രോസസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതെനിക്ക് ഇഷ്ടമാണ് ബേസിക്കലി. ആക്ച്വലി എൻ്റെ ലൈക്കബിലിറ്റി ആണിത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ കണ്ടന്റ് ഉണ്ടായി വരുന്ന പ്രോസസ്സാണ്. കണ്ടന്റ് ഉണ്ടായി ഞാനിത് കണ്ടന്റ് ഫൈനലൈസ് ചെയ്തു എന്ന് പറയുന്ന മൊമെൻ്റാണ് എനിക്കിടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. സിനിമ ഷൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കാണുന്നതിനെക്കാട്ടിലും. കാരണം അവിടെ ആ സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടായിക്കഴിഞ്ഞു. എനിക്ക് കണ്ടന്റിലാണ് എൻ്റെ ഹൈ. അപ്പം അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഔട്ട് ഓഫ് ദി ബോക്സ് തോട്ട്സ് ആണ് എന്നെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അതുലിന് കൊടുത്തൊരു ഫീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പാലിൻ്റെ ആ സിനിമയെ തുടങ്ങുന്നൊരു സീൻ അതെൻ്റെ എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ് വീട്ടിൽ. അപ്പോൾ അതുപോലുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വേണം നമുക്ക്. അപ്പം ഞാൻ ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒരു പ്രൊമൈസ് പറഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇങ്ങോട്ട് പറയും, മനസ്സിലായോ? അപ്പം ആ രീതിയിലുള്ള റിസർച്ച് അതുലിനും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ലിബിനും. ഇപ്പം നമ്മൾ അങ്ങനെയാണ് അതിനെ റിസർച്ച് ചെയ്തത് ആക്ച്വലി. എന്താണെന്നുള്ളത് സിനിമകളിലൂടെയാണെങ്കിലും ശരി, വ്യക്തികളിലൂടെയാണെങ്കിലും ശരി. അപ്പോൾ ആ റിസർച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷൻ അതാണ്, ഇങ്ങനെ ആയിരിക്കണം വരേണ്ടതെന്നുള്ളതാണ്. അത് നോൺസെൻസിലും അങ്ങനെ തന്നെയാണ് ആക്ച്വലി. അത് പഠിക്കാൻ വേണ്ടി മുംബൈയിൽ പോയി എന്നൊക്കെ ഞാൻ ആക്ച്വലി പഠിക്കാന്ന് വെച്ചാലേ BMXനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ കുറിച്ച്. അല്ലാതെ ഇപ്പം എൻ്റെ അടുത്ത് വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോൺസെൻസ് കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, ശരിക്കും BMX റൈഡർ ആണോ എന്ന് ചോദിച്ചു.
അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് ഞാൻ BMX റൈഡർ ആയതുകൊണ്ടാണ് ഞാൻ BMXനെ കുറിച്ച് സിനിമ ചെയ്തതെന്ന്. ഒരിക്കലല്ലേ, ഞാൻ BMX എന്താണെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു റിസർച്ച് എടുത്തപ്പോഴാണ്. പക്ഷേ അന്ന് എൻ്റെ അടുത്ത് BMXനെ കുറിച്ച് ചോദിച്ചാൽ ഒരു BMX റൈഡറുമായിട്ട് എനിക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന അത്ര നോളജ് എനിക്കുണ്ടായിരുന്നു BMXനെ കുറിച്ച്. കാരണം ഞാൻ എപ്പോഴും ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പം ആ വിഷയത്തിൽ മാക്സിമം കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പം സൂക്ഷ്മദർശിൽ അങ്ങനെ തന്നെയായിരുന്നു. അത് കാരണം അതെപ്പോഴും എനിക്കൊരു ചിന്തയുണ്ട്. അതായത് ഒരു വിഷയം പറയാൻ ശ്രമിക്കുന്ന ഒരു ഫിലിം മേക്കറോ റൈറ്ററോ ആണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് മാക്സിമം അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പല മിസ്റ്റേക്സും പല സ്ഥലത്തും ആ വിഷയങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവർക്ക് ഫീൽ ചെയ്യും. ഐ മീൻ ആ സ്പേസിൽ ജീവിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇപ്പോൾ നോൺസെൻസ് എന്ന് പറയുന്ന ആ സിനിമയുടെ ഇനീഷ്യൽ തോട്ട് ഇപ്പോൾ ഒരു 20s കിട്ടിയത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ കോളേജിനെ പറ്റിയുള്ള മെമ്മറീസ് എന്താ ഷെയർ ചെയ്യാനുള്ളത്? ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണല്ലോ ഇന്ന് ഇപ്പോൾ ഈ ഒരു കോളേജിനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മെമ്മറി അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺസെൻസ് ഉണ്ടായത് ഇവിടെ നിന്നാണ്. നോൺസെൻസിനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് ഇവിടെ നിന്നാണ്. കാരണം ജോൺ സാറ് എൻ്റെ അടുത്ത് വളരെ പല ആവർത്തി എൻ്റെ അടുത്ത് പുള്ളി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി ഈ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് ഡ്രാമ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ അത്ര നല്ല ക്യാരക്ടറാണ്. അപ്പോൾ ജോൺ സാർ അങ്ങനെ പറഞ്ഞതാണ് ഞാൻ ഈ സിനിമ തന്നെയാണ് ആദ്യത്തെ സിനിമ എന്ന് തീരുമാനിച്ചത്. അപ്പം അതെനിക്ക് കിട്ടിയ ഒരു സാറിനെ പോലെ ഒരാൾ എൻ്റെ അടുത്ത് അത് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എന്താ പറയുക, ഒരു പവർ, അത് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ SSC ഇല്ലായിരുന്നെങ്കിൽ അതെൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ് എൻ്റെ ലൈഫിൽ. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ലിബിനെ പരിചയപ്പെട്ടില്ല. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നോൺസെൻസ് എന്നുള്ള ഒരു സാധനത്തിനുള്ള എനർജി എനിക്ക് കിട്ടില്ല. അപ്പോൾ SSC എൻ്റെ ലൈഫിലെ വളരെ അനിവാര്യമായിട്ടൊരു സ്പേസാണ്. നോൺസെൻസിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇൻ മെമ്മറി ഓഫ് മൈ ബിലവഡ് ടീച്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. സാർ ആ വർഷമാണ് മരിച്ചു പോയത്. ഓക്കെ. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് സിനിമയിൽ ഒരു 6 yearsന് ശേഷം സൂക്ഷ്മദർശിനിയിലേക്ക് എത്തുമ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്ന ചേഞ്ചസ്, ലൈക്ക് ഇപ്പോൾ നമുക്കൊരു ഏജിൻ്റെ ഒരു ഗ്രോത്ത് കാണും. അതുകൂടാതെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ എനിക്ക് ഇന്ന മാറ്റം ഉണ്ടല്ലോ എന്ന് ഫീൽ ചെയ്ത ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? അത് ഉറപ്പായിട്ടും. ഞാൻ ആദ്യമായിട്ടൊരു ഷൂട്ട് ചെയ്യുന്ന ഞാൻ പറയാം മൊബൈലിലാണ്. അപ്പം അത് ചെയ്തിട്ട് ഞാൻ സൂക്ഷ്മദർശിനിക്ക് അതെൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തത് എൻ്റെ ഹാർഡ് ഡിസ്കിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വീട്ടിൽ പോയപ്പോൾ അതെടുത്ത് ഞാൻ കണ്ടു നോക്കി. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ എനിക്കുണ്ടായ ഗ്രോത്ത് എന്താണെന്ന് ഇത് രണ്ടും കാണുമ്പോൾ മനസ്സിലാവും എവിടെ നിൽക്കുന്നു. അത്രേ ഉള്ളൂ ആക്ച്വലി നമുക്ക് അതാണ് അതിൻ്റെ ദൂരം. ഓക്കെ. അപ്പോൾ ഈ ഒരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനും അതുപോലെ തന്നെ ഇത്രയും സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിനും സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള എല്ലാ പ്രോജക്ട്സിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.